പാലക്കാട് സ്ട്രോങ് റൂം വിവാദം അസ്വാഭാവികത തോന്നിയെന്ന നെന്മാറ UDF സ്ഥാനാർത്ഥി എ തങ്കപ്പൻ. റിട്ടേണിംഗ് ഓഫീസറുടെ നടപടി സംശയമുണ്ടാക്കി. അതാണ് പരാതി ഉന്നയിക്കാൻ കാരണമെന്നും എ തങ്കപ്പൻ പറഞ്ഞു. ഈ തുറക്കാൻ പോകുന്നത് കലക്ടർ പോലും അറിഞ്ഞില്ല. സത്യം ഞാൻ പറഞ്ഞിട്ട് കലക്ടർ അറിയുന്നത് വേണ്ട, ആയിക്കോട്ടെ. അപ്പൊ ഞങ്ങൾ അറിയണ്ടേ, പിന്നെ ഞങ്ങൾ അറിഞ്ഞ പിന്നെ എന്തിനാ ഞങ്ങൾ അറിഞ്ഞിട്ട് പൂട്ടി വെച്ചത്? ഞങ്ങൾക്ക് അറിഞ്ഞിട്ടാണല്ലോ സ്ട്രോങ് റൂം പറഞ്ഞ് പൂട്ടി വെച്ചത്. ഇവരുടെ സ്വകാര്യ സാധനം വെക്കണേ ഞങ്ങൾ അറിയേണ്ട കാര്യമില്ല. റിട്ടയർഡ് ആറോന്റെ എവിടെയോ കൊണ്ട് വെച്ചോട്ടെ, ഞങ്ങൾക്ക് എന്താ അറിയേണ്ട കാര്യം? ഞങ്ങൾ അറിഞ്ഞ് പൂട്ടി വെച്ചിട്ടില്ല, അതിനകത്ത് എന്തൊക്കെ ഉണ്ട് എന്നുള്ളത് അതായിരിക്കട്ടെ അവിടെ. ആ പൂട്ടി വെച്ച അത് തുറക്കുമ്പോൾ ഞങ്ങൾ കൂടി അറിയണം. അതാണ് അതിന്റെ മര്യാദ. എല്ലാവരും ഇവർ ഇഷ്ടം പോലെ ചെയ്യുകയാണെങ്കിൽ പിന്നെ ഇവരെന്തെങ്കിലും കൃത്യം കാണിക്കുന്ന ഉറപ്പാണല്ലോ. പിന്നെ ഒന്നുകൂടി ഞാൻ പറഞ്ഞുതരാം. ഇന്നലെ ഞാൻ പരാതി കൊടുത്തിട്ടുണ്ട്. എന്താണെന്നറിയോ? നെന്മാറ നിയമം 199 ഒന്ന് നോട്ട് ചെയ്ത് ഫുൾ പോളിംഗ് ചെയ്തെന്നാണ് പറഞ്ഞത്. തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സൈറ്റിൽ 199 ബൂത്തിൽ ഫുൾ 100% വോട്ട് നടന്നു. അങ്ങനെ ഇല്ല. 99, 187 രണ്ടിലും കൂടി 287 വോട്ടിന്റെ ഡിഫറൻസ് വരുന്നുണ്ട്. പരാതി കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതും ഇതുപോലെ നമ്മളൊന്നും അറിയാതെ തുറക്കുകയും ചെയ്യുമ്പോൾ രണ്ടും കൂടി ചേർത്ത് വായിക്കുമ്പോൾ എന്തൊക്കെയോ നടക്കുന്നു. കോഴിക്കോട് നടന്നത് തന്നെയാണ്. ഈ കോഴിക്കോട് ഇതേ ഭാഷയാണ് പറഞ്ഞത്. യഥാർത്ഥ സ്ട്രോങ് റൂം അല്ല, മെറ്റീരിയൽസ് വെച്ച സ്ട്രോങ് റൂമാണ് കോഴിക്കോടും പറഞ്ഞത്. അതെ തന്നെ ഇവിടെയും പറഞ്ഞത്. അപ്പൊ ഇനി എല്ലാവരും ഇതുപോലെ മെറ്റീരിയൽ സ്ട്രോങ് റൂം വേറെ വെച്ചിട്ടുണ്ടോ? കേരളത്തിൽ മുഴുവൻ സ്ഥിതി ഇതാണോ? ഇനി അവിടെ നിന്നാണോ കൃത്രിമം കാണിക്കുന്നത്? ആയിക്കോട്ടെ, ഞാൻ നേരത്തെ നിന്നാണ്. ഞാൻ നേരത്തെ 87 കസമണി 39% നിന്നാണ്. ഇവർക്ക് ജനിക്കുന്നതിന് മുമ്പ് ഞാൻ നിന്നിട്ടുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞെന്തറിയോ, അന്ന് ഇതില്ല, കൃത്രിമമില്ല. ഇന്ന് വോട്ട് നിങ്ങൾ ഉണ്ടാക്കിയ ഒരു മിഷനാണെങ്കിൽ നിങ്ങൾക്ക് കൃത്രിമം കാണിക്കാൻ പറ്റും എന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. പിന്നെ അങ്ങനെ ആരെങ്കിലും വരെ ചെയ്യുകയാണെങ്കിൽ ഇപ്പൊ പോകുമ്പോൾ ഈ ആറോ പോകണമെങ്കിൽ വേറെ ഒരാൾ കിടക്കുകയാണെങ്കിൽ അതിന്റെ എന്തെങ്കിലും ഒരു ഇലക്ട്രോണിക് ഉപകരണങ്ങൾ വെച്ചിട്ട് എന്തെങ്കിലും ചെയ്യുകയാണെങ്കിലോ അപ്പൊ സ്വാഭാവികം തോന്നുമല്ലോ. ഈ വോട്ടിംഗ് 2-3 ബൂത്തിൽ മാറ്റം, അവർ സൈറ്റിൽ വന്നിട്ടുള്ള മാറ്റം, ഇത് എല്ലാം കൂടി ചേർത്ത് വായിക്കുമ്പോൾ നമുക്ക് സംശയം വരുന്നുണ്ട്. ഈ ആറോന്റെ സ്വകാര്യ സാധനമാണെങ്കിൽ പിന്നെ അവിടെ വെക്കേണ്ട കാര്യമില്ല. അയാളുടെ വീട് റൂമിൽ കൊണ്ട് വെച്ചാൽ മതിയല്ലോ. അപ്പൊ അവിടെയാണ് പ്രശ്നം. ഞാനെന്നല്ല, ആരാണെങ്കിലും അറിയാതെ ചെയ്യരുത്. ഇതാണ് എന്റെ UTV ന്യൂസ്, പാലക്കാട്.